തുടക്കത്തിലെ ഗെയിമിൻ്റെ ഓരോ കാര്യങ്ങൾ വണ്ണായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഗണ്ണ് നമുക്ക് ഈ ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഗണ്ണിൻ്റെ ഏത് പാർട്സാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ഗൺസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ ഗെയിം സ്റ്റാർട്ടാക്കുമ്പം കുറച്ച് ടൈം ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും. അതിന് ശേഷം മാത്രമേ തുടങ്ങൂ. അപ്പം അതിന് കുറച്ച് സമയമെടുക്കും. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ 5 വെപ്പൺ എന്ന് പറയാം. ഓക്കെ, ഇത് 1 വടിയാണ് ഇങ്ങനെ എടുത്തിട്ട് അടിച്ചു പോലുണ്ട്. അപ്പം ഇതിൽ 5 കിട്ടും. 1 പിസ്റ്റൽ, 1 AR-ൻ്റെത്, 1 സ്നൈപ്പർ, 1 പിന്നെ എന്തോന്ന് ഷോർട്ട് ഗണ്ണ്, എല്ലാ ടൈപ്പ് ഗണ്ണും നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെയാണ്. പക്ഷേ ഇനി ബുള്ളറ്റ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണും, കുറച്ച് ബുള്ളറ്റേ ഉള്ളൂ. ആ ബുള്ളറ്റ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നന്നാക്കേണ്ടതെന്നുള്ളത് എടുക്കേണ്ടി വരും. പിന്നെ സ്മോക്ക്, ഗ്രാനൈഡെല്ലാം റൈറ്റ് സൈഡിലുണ്ട്. അപ്പം ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് ബഗഡ് കളിക്കുന്നത്. പക്ഷേ എനിക്കിത് കളിക്കാനാവില്ല. കാരണം ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി PUBG എല്ലാം കളിക്കുന്നത് ചങ്ങായിയാണ്. അപ്പം എനിക്ക് കൺട്രോളെല്ലാം മേലെ താഴെയാണ്. ഇതിൽ കൺട്രോൾ മാറ്റാൻ പറ്റിയിട്ടാണ്. സെറ്റിങ്സ് കയറുമ്പോൾ കൺട്രോൾ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ കൺട്രോൾ തന്നെ കളിച്ചു. അപ്പോൾ എനിക്ക് ഇതാവുന്നില്ല, മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും സെറ്റാവുന്നില്ല. വേറെ ഏതോ ഒരു കൺട്രോൾ എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും അങ്ങനെ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ ഷോർട്ട് ഗണ്ണെല്ലാം വെച്ചിട്ട് കറക്റ്റ് തലക്ക് കൊടുത്താൽ ചാവും. അടുത്തുനിന്ന് കൊടുക്കണം, ദൂരത്തുനിന്ന് കൊടുക്കാൻ പാടില്ല. അതിന് ദൂരത്തുനിന്ന് കൊടുക്കാനാണ് നമുക്ക് സ്നൈപ്പർ. നമ്മളിങ്ങനെ ചാവും. ചത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമല്ല. തിരിച്ചു വരുന്ന സമയത്ത് ബുള്ളറ്റ്സ് എല്ലാം പഴയ പോലെ ഉണ്ടാവും. കണ്ട, AR-ന് അതേ ബുള്ളറ്റ്സ് ഉണ്ട്, സ്നൈപ്പറിന് കണ്ട എല്ലാം അതേപോലെ ഉണ്ട്. കൊടുക്കുമ്പോൾ കുറച്ച് തലക്ക് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തീരും. ബാക്കിയുള്ളതാകുമ്പം സമയം എടുക്കും. കാരണം ഇപ്പം ഫ്രീ ഫയറിലെല്ലാം കൊല്ലുന്നതൊക്കെ വെടി വെക്കുമ്പോൾ പോയിൻ്റ് കാണിക്കുന്നുണ്ട്. ആ പോയിൻ്റ് എഴുതി കാണിക്കുന്നു, ഇത്ര പോയിൻ്റ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഹെഡിന് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പോയിൻ്റ് പോകുന്നതെന്നുള്ളത് കാണുമില്ല. അപ്പോൾ എനിക്ക് ആദ്യമേ കൺട്രോളില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കളിക്കുന്നത്. അതാണ് എനിക്ക് അങ്ങോട്ടും ഇതെല്ലാം പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കളിച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് ഒരു അടിപൊളി ഗെയിമാണ്. കാരണം നല്ല ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, കളറ്. പിന്നെ ഇവരെ കൊല്ലുമ്പോൾ ഉള്ള സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയ സൗണ്ടാണ്. കോയിനെ കൊല്ലുന്ന സൗണ്ട് അങ്ങനത്തെ എല്ലാം ആണല്ലോ. പിന്നെ അവരിടക്കിടക്ക് വന്നിട്ട് കൊല്ലുന്നുണ്ട്, അവരും പ്ലേയേഴ്സാണല്ലോ. അപ്പം ഞാൻ മാത്രമല്ല എന്തിനും കൊന്നാൽ പോരല്ലോ, അവർക്കും കൊല്ലാൻ കൊടുക്കണ്ടേ. ഫസ്റ്റ് കളിച്ചിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആവുന്നത് വരെ നിങ്ങൾക്കൊരു മൂലയിലിരുന്നിട്ട് കളിക്കാം. മൂലയിലിരുന്ന് കളിക്കുന്ന സമയത്ത് ആൾക്കാരെ കിട്ടും ദൂരത്തേക്ക്. അതുവരെ സ്നൈപ്പർ എടുത്ത് അടിച്ച് കളിക്കുക. ഷോർട്ട് ഗൺ ഉപയോഗിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. അത് അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ദൂരത്തേക്ക് വേണമെങ്കിൽ വെറുതെ ഉപയോഗിച്ചോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉപയോഗിച്ച് പഠിക്കാമല്ലോ. അപ്പം ഇത്ര ദൂരത്തു നിന്നാകുമ്പം AR-ൻ്റെത് പിന്നെ സ്നൈപ്പർ അങ്ങനത്തെ എല്ലാം യൂസ് ചെയ്ത് പഠിക്കുക. ഫസ്റ്റിന് കയറിപ്പോയി കഴിഞ്ഞാൽ അടിച്ച് കൊല്ലും. കണ്ട, ഇങ്ങനെ കൊന്നിട്ട് പോകും. അപ്പം എന്തേന്നറിയില്ല, ഇത്രയൊക്കെ കളിച്ചിട്ടും ഞാൻ തോറ്റു കളിയിൽ. ഞാൻ മാത്രമല്ല, എൻ്റെ ടീമും ഉണ്ട്. 3 ആളെ കാണുന്നില്ലോ, 3 ആളെ കയറുമോ തോന്നുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.